എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം ഇത്തിരി തിരക്കായിരുന്നു, ജോലി തിരക്കാണ് കേട്ടോ. ഇപ്പോൾ സമ്മർ ടൈം ആയത് കാരണം വർക്ക് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് എനിക്ക് വന്നിട്ടുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, കാരണം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടയർഡായിരിക്കും. അപ്പോൾ പിന്നെ മാക്സിമം റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതിനകത്ത് വന്നിട്ടുള്ള കമൻസിനൊക്കെ തന്നെ മാക്സിമം പറ്റുന്നത് പോലെ റിപ്ലൈ ആയിട്ട് തരാൻ ശ്രമിക്കാം. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അതുപോലെ തന്നെ താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നൊരു ചോദ്യം ഇതായിരുന്നു, ഡി വിസ നല്ലതാണോ എന്ന് റെനീഷ് ചോദിച്ചതാണ്. ഡി വിസ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെർബിയയിലേക്ക് ജോലിക്കായിട്ട് വരുന്നതിന് ലോങ് ടൈം വിസ എന്നുള്ളത് ഡി വിസയാണ്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ സി വിസ, അതുപോലെ ഇപ്പോൾ ഇ വിസയും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇ വിസ ആയിരുന്നാലും അതുപോലെ സി വിസ ആയിരുന്നാലും അത് നിങ്ങൾക്ക് ഇവിടെ ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ്. പക്ഷേ ഡി വിസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ 180 ഡേയ്സ് 180 ദിവസം വിസ നമുക്ക് ഇവിടുത്തെ ജോബിനായിട്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു വിസയാണ്. അപ്പോൾ ഡി വിസ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോലിക്കായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡി വിസ എടുത്ത് തന്നെ വരണം. ഡി വിസയാണ് നമുക്ക്, ഡി വിസയിൽ വന്നതിന് ശേഷമാണ് നമ്മളിവിടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് TRC കാർഡിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നതും. അങ്ങനെയാണ് നമ്മളിവിടുത്തെ ആ ഒരു വർക്കിൻ്റെ പ്രൊസീജിയർ പോകുന്നതുമല്ല. ഓക്കെ, അപ്പോൾ ഡി വിസ നല്ലതാണ്, നിങ്ങൾക്ക് ഡി വിസയിൽ തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൽഡിങ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. വെൽഡിങ്ങിനൊക്കെ നിരവധി വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇനിയും വരുമ്പോഴത്തേക്കും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അത് ചോദിച്ചേക്കുന്നത് ഷാഹുൽ. ഓക്കെ, പിന്നെ നമുക്ക് ഹൗ ലോങ് ഇറ്റ് വിൽ ബി ടേക്ക് വിസ പ്രോസസ്സിങ്. അതായത് നമുക്ക് വിസയുടെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്നേയുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസം വരെ നമുക്ക് സമയമെടുക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ ഡിപ്പെൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ എറർ എന്നല്ല, നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ട്രാൻസ്ലേറ്റഡ് സർട്ടിഫിക്കറ്റിനകത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡോക്യുമെൻ്റ് സബ്മിഷൻ ചെയ്യുന്നതിനകത്തോ അതിനകത്തൊരു ക്ലാരിറ്റി കുറവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വീണ്ടും മെയിൽ ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ലോങ് ടൈമിലേക്ക് പോകുന്നത്, ഒരു 3 മാസം 3.5 മാസം പോകുന്നത്. അതല്ല, അവരതൊന്നും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മാസം 2.5 മാസം കൊണ്ടൊക്കെ മാക്സിമം വിസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സമ്മർ ടൈം ആയതുകൊണ്ടും ഹോളിഡേ ടൈം ആയതുകൊണ്ടും കുറച്ചും കൂടെയൊക്കെ ഡിലേ വരുന്നുണ്ട്. എന്നാലും അധികം താമസിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം പല ഏജൻസികൾ ത്രൂ അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഈ ആ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്തുള്ള അതിനകത്തുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും ഈ വിസ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇവർ സബ്മിഷൻ ചെയ്ത സമയത്തുള്ള മെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. അത് മാത്രവുമല്ല, ഇവർ ഏജൻസിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഏജൻസി പറയുന്നത് വലിയ കാര്യങ്ങളൊക്കെയാണ്. കാരണം PCC സബ്മിഷൻ ചെയ്യാത്തതുകൊണ്ട് അത് പ്രോസസ്സിങ്ങിലേക്ക് പോയിട്ടില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇല്ലാത്തതുകൊണ്ട് പ്രോസസ്സിങ്ങിലേക്ക് പോയിട്ടില്ല. ഇത് പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് സബ്മിഷൻ ചെയ്തു ഒരു 15 ദിവസം നിങ്ങൾക്ക് പോയി സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. ശരിക്കും അതൊക്കെ അവർ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഏജൻസികൾക്ക് പലർക്കും തന്നെ, നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾക്ക് പലർക്കും തന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സെർബിയയുടെ വിസയെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഈ വെയർ ഹൗസ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് പല ചോദ്യങ്ങൾക്കും അവർ കൊടുക്കുന്ന ഉത്തരം ഒരു ബന്ധമില്ലാത്ത രീതിക്കാണ്. ഇവരെല്ലാം ഇത് തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട്, ഏജൻറ്റ് കൊടുത്ത വോയിസും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിങ്ങനെയല്ല എന്നുള്ളത്. എന്നാലും ഏജൻസികൾ ഇപ്പോഴും ഇത് തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തൊരാൾ ജോൺ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, TRC ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. TRC ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 6 മാസം ആണ് നമ്മുടെ ഡി വിസയുടെ കാലാവധി. അപ്പോൾ ഈ 6 മാസം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ
ശരിക്കും TRCക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു 3 മാസം അല്ലെങ്കിൽ TRCക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഏത് സമയത്തോടെയും TRCക്ക് അപ്ലൈ ചെയ്യാം. വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഇല്ലീഗൽ ആവത്തില്ല. നമുക്ക് ആ TRC കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കാർഡ് കിട്ടും. അത് ഓക്കെയാണ്. TRC ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആഫ്റ്റർ 6 മന്ത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ഇല്ലീഗലായി കഴിഞ്ഞാൽ സാധാരണ ഏത് രാജ്യത്തുള്ളവരെ പോലെ തന്നെ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് TRC ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, വർക്ക് പെർമിറ്റ് ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം? വർക്ക് പെർമിറ്റ് ഒറിജിനൽ ആണോ എന്നറിയാനായിട്ട് പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് വർക്ക് പെർമിറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഓരോരുത്തരും മെസ്സേജായിട്ട് ചോദിക്കും, ചേട്ടാ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് അയച്ചു തരാൻ പറയും. അവർ അയച്ചു തരുന്ന പല വർക്ക് പെർമിറ്റുകളും ഫേക്കാണ്. ഇത് നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫേക്കാണെന്ന് എങ്ങനെ അറിയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ വർക്ക് പെർമിറ്റിൽ എഴുതിയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ബേസിൽ അല്ല മാത്രം പറയുന്നത്. ഇതുപോലത്തെ ഒരുപാട് അതേ സെയിം പാറ്റേണിലുള്ള കോൺട്രാക്ട്സുകൾ ഒരുപാട് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് പല കമ്പനികളും വെയർ ഹൗസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പല കമ്പനികളും ഫേക്ക് ആയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരേ കമ്പനി, ആ കമ്പനിക്ക് ഒരു ഗ്രേഡും ഇല്ലാത്ത അതായത് C ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ലോ റേഞ്ചാണ്. എന്നിട്ട് പോലും അവരതിനകത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബേസിലാട്ടോ ഞാൻ പറയുന്നത് അത് ഫേക്കാണെന്ന്. അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ഈ ഒരു ഓഫർ ലെറ്റർ വായിച്ച് നോക്കിയിട്ട് അത് ഫേക്കാണെന്ന് പറയാനായിട്ടുള്ള അത്രയ്ക്കുള്ള വലിയ അറിവൊന്നുമില്ല. പക്ഷേ ആ ഒരു ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഹായ് ബ്രോ, എൻ്റെ അനിയന് ഒരു വർക്ക് പെർമിറ്റ് വന്നു, സെർബിയയിൽ നിന്ന് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്തായാലും അയച്ചു തരിക, ഞാനത് ചെക്ക് ചെയ്യാം. പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് റിപ്ലൈ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളാരും ദേഷ്യപ്പെടരുത്. കാരണം എൻ്റെ ഒരു ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ ഒരു ഏജൻസി പറയാവോ പ്ലീസ് എനിവൺ? എനിക്ക് നാട്ടിലുള്ള ഏജൻസികളെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ ഞാനിവിടെ ജോബ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ജോബിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ തരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ട് 6 മാസമായി, ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, 6 മാസമായി. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻറ്റ്, ഇപ്പോൾ ഏത് ഏജൻറ്റും ആയിക്കോട്ടെ, വലുതോ ചെറുതോ ഏത് ഏജൻറ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏജൻറ്റിനോട് ആവശ്യപ്പെടാം. ഒന്ന്, നിങ്ങൾക്ക് വന്നിട്ടുള്ള മെയിൽ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉപയോഗിക്കുന്ന ഒറിജിനൽ മെയിലോ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിലാണ് ആ ഒരു വിസ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു മെയിൽ വരും. ആ മെയിൽ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞൊരു മെയിൽ എന്തായാലും വരും. ആ മെയിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇവർ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അത് സബ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കുറച്ചൊക്കെ ഒന്ന് ആശ്വസിക്കാം. കാരണം ആപ്ലിക്കേഷൻ അറ്റ്ലീസ്റ്റ് സബ്മിഷൻ ചെയ്തിട്ടുള്ള കാര്യം. പലരും ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കാവുന്നതാണ്. ചില ഏജൻസികൾ തരത്തില്ല, കാരണം അതിനകത്ത് ഇവർ യൂണിക്കായിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമും ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അതങ്ങനെ കോമൺ ആയിട്ട് കൊടുക്കാറില്ല. ഇപ്പം ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്. കാരണം അതിനകത്തൊരു എന്തുകൊണ്ടാണ് ആ യൂണിക്കായിട്ടുള്ള ഈ പാസ്വേഡ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 50-55 പേർക്ക് മേളിൽ ഇവിടെ വന്നിട്ടുണ്ട് ജോലിക്ക് എൻ്റെ ഒരു കെയർ ഓഫിൽ. അപ്പോൾ ഇത്രയും പേരുടെ TRC ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ അതങ്ങനെ ചെയ്യുന്നത്. ചില ആൾക്കാർ ഇവർക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ജിമെയിൽ ID ആയിരിക്കത്തില്ല കൊടുക്കുന്നത്, അവർ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവർ അതിനകത്ത് വരുന്ന മെയിലിനെ ട്രാക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നമ്മൾ എപ്പോഴാണോ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്ത് കഴിയുന്നത് അതിൻ്റെ ഒരു 4-5 hourനകത്ത് തന്നെ നമുക്കുള്ള ഒരു ആ വിസ യൂണിക് ID അതിനകത്ത് ജനറേറ്റ് ആവും. അത് വിസ ആപ്ലിക്കേഷൻ ID ആണ്. ആ ആപ്ലിക്കേഷൻ ID ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിസ ചെക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ആ ആപ്ലിക്കേഷൻ ID ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരൊരു സ്ക്രീൻഷോട്ട് ചോദിക്കാവുന്നതാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്.
അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്തും പലരും ഫേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും നമുക്കൊരു ചെറിയൊരു വിശ്വാസമെങ്കിലും കാണും. ഇപ്പോൾ എന്നെ ഈ ചോദിച്ചിട്ടുള്ള പലർക്കും, എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുള്ള പലർക്കും ഇതുവരെയായിട്ടും ഒരു ഐഡിയ ഇല്ല ഇവരുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവർക്ക് മെയിലിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല, കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഏജൻറ്റ് പറയുന്നു സബ്മിഷൻ കഴിഞ്ഞു, 15 ദിവസത്തിനോ 20 ദിവസത്തിനകത്ത് നമുക്ക് സ്റ്റാമ്പിങ് ചെയ്യാൻ പറ്റും, സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിലേക്ക് എത്തുമെന്നുള്ളത്. ഓക്കെ, അതിനകത്തുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. നിലവിൽ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിൽ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയതിനു ശേഷം പാസ്പോർട്ട് എംബസിയിൽ സ്റ്റാമ്പിങ്ങിന് കൊടുക്കും. സ്റ്റാമ്പിങ്ങിന് കൊടുക്കുന്ന പാസ്പോർട്ട് നമുക്കിപ്പോൾ ഒരു കൊറിയറായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫീസ് അടച്ച് നമ്മളത് കൊറിയറായിട്ട് അവിടെ കൊറിയർ അയക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാമ്പിങ് കഴിഞ്ഞതിന് ശേഷം അവർ കൊറിയറായിട്ട് അയച്ചു തരും. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നു, അതിനുശേഷം അവർ സ്റ്റാമ്പിങ് കഴിയുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇൻഫോം ചെയ്യുന്നു സ്റ്റാമ്പിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ചിലപ്പോൾ ഒരു ഏജൻറ്റ് ത്രൂ സബ്മിഷൻ ചെയ്താലും നമ്മൾ ഡയറക്റ്റ് സബ്മിഷൻ ചെയ്താലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. ആ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഈ അടുത്ത ഇടയ്ക്കായിട്ട് വേറൊരാളെന്നോട് ചോദിച്ചതല്ല, ആളെനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എംബസിയിൽ പാസ്പോർട്ട് സബ്മിഷൻ ചെയ്ത സമയത്ത് നമ്മുടെ പോർട്ടലിൽ കാണിച്ചതാണ് പാസ്പോർട്ട് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ്. അപ്പോൾ അത് ഇനി എപ്പോഴാണ് പാസ്പോർട്ട് സ്റ്റാമ്പിങ് കഴിയുന്നത്, സ്റ്റാമ്പിങ് കഴിയുമ്പോഴത്തേനും അവിടെ സ്റ്റാമ്പിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമെന്ന് പറഞ്ഞു. ശരിക്കും അതങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് വിസ ആപ്ലിക്കേഷൻ അപ്രൂവലിൻ്റെത് മാത്രമേ നമ്മുടെ പോർട്ടലിൽ കാണിക്കത്തുള്ളൂ. അതല്ലാതെ നമ്മുടെ സ്റ്റാമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പോർട്ടലിൽ അവർ കാണിക്കത്തില്ല. നമ്മൾ ഡയറക്റ്റ് സബ്മിഷൻ ചെയ്യുന്നു, ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ വിളിക്കുന്നു, പോയി കളക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. സെർബിയ മറ്റു രാജ്യങ്ങളെ പോലെ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനില്ലാത്തൊരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനായിരുന്നാലും വിസയ്ക്കായിരുന്നാലും ഒക്കെ ഈസി വേ ആണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നടക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. നല്ല ഏജൻറ്റ് ത്രൂ ആണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും ഞാൻ പറയും പോലെ തന്നെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് വരണം എന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു മനസ്സോടി മാത്രം വരിക. അല്ലാതെ യൂറോപ്പാണ് അത്യാവശ്യം തണുപ്പുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ വന്ന് ഒരു എളുപ്പ രീതിക്കുള്ളൊരു പണി, അതായത് ഒരു ഈസി ജോബ് ആയിരിക്കും എന്നുള്ള കരുതിയിട്ട് ആരും വരരുത്. അത്യാവശ്യം എംപ്ലോയറൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഇവർ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് എടുക്കാൻ തന്നെയാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കാശുണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം വരിക. ഗൾഫിനെ അപേക്ഷിച്ച് ഫാർ ബെറ്ററാണ്. പക്ഷേ നമുക്ക് ജോലിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ച് പേർക്ക് റിപ്ലൈ അല്ലാതെ തന്നെ കൊടുക്കേണ്ടതുണ്ട്, 2-3 ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലൊരു വീഡിയോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ടോ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ.